എന്താ പരിപാടി എന്താണെന്നറിയോ? നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഇച്ചിരി ആറ്റുമീൻ മേടിച്ചോണ്ട് വന്നേ. വലിയ മീനൊന്നും ഇപ്പൊ കിട്ടാനില്ല. പിന്നെ ഏതാണ്ട് കൂരിവാള, അതെനിക്ക് ഇഷ്ടമില്ല. ആറ്റുവാള തപ്പിട്ട് കിട്ടിയില്ല. അപ്പൊ അതാ കുറച്ച് വിരാലും കുറച്ച് ഇതൊക്കെ കിട്ടിയേ. ഇതിന് നമ്മളൊക്കെ ചില്ലാന്ന് പറയും, ഇത് പള്ളത്തി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടില്ല, കൂരിയുടെ കുഞ്ഞ്, ഇതിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് എന്തായാലും ചില്ലാനെല്ലാം കൂടെ പീര വെക്കാം. ഇത് വറക്കാനാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തോണ്ട് വരാം കേട്ടോ. നമ്മുടെ മീനൊക്കെ വെട്ടി നല്ല പോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പീര വെക്കാൻ ചില്ലാൻ എന്ന് പറയും, കുഞ്ഞുകൂരി എന്ന് പറയാം. ഓരോ നാട്ടിലും ഓരോ പേരിലെ അതാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഈ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഉണ്ടായിരുന്ന സമയത്ത് അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ ചക്കക്കുരു മാങ്ങയോ മീനിനോ ഒക്കെ ഇടാലോ. പിന്നെ നമ്മൾ അരയ്ക്കാൻ എടുത്തേക്കുന്നത് അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കാന്താരിമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരും. അരഞ്ഞു പോരുത് കേട്ടോ, ഒന്ന് ചായച്ച്. തേങ്ങയൊക്കെ നമ്മൾ ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീൻ അങ്ങോട്ട് ചട്ടിയിലോട്ട് ഇടാം. കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അരപ്പ്, ഒരു നുള്ളു കൈവെള്ളം കുടയണേ. ഇത്ര മതിയാ, ഒരുപാട് വെള്ളം വെക്കരുത് കേട്ടോ. വെള്ളമൊന്നും വേണ്ട ഇതിന്. മാങ്ങ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിടാവേ. പുളിയുടെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടോ കേട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെച്ചാ കടയിൽ പോയി മാങ്ങ മേടിക്കാൻ നിൽക്കണ്ട. കടയിലൊക്കെ എപ്പോഴും ഉണ്ടാവും മാങ്ങ. പാകത്തിന് ഉപ്പിടാവേ. ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇനി അത് ചെറു തീയില് അവിടെ ഇരുന്നൊന്ന് വെന്തോട്ടെ. മൂടി വെച്ചേക്കാവേ. മീനൊന്ന് ഇനി തുറന്നു നോക്കാം. ദാ നല്ല പോലെ വെന്തൊക്കെ ഇരിക്കുവാണ്. ഇനി കുറച്ച് പച്ച കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി ഇരുന്നോട്ടെ. വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും ഒക്കെ ഇട്ടു. 2 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം. മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീൻ പീരയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പ പുഴുങ്ങിയതിന്റെ കൂടെ തിന്നാനാണ്, ചോറിന്റെ കൂടെ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പ പുഴുങ്ങിയതിന്റെ കൂടെ തിന്നാനാണ്. നമ്മുടെ ചെണ്ടമുറി പോലെ പുഴുങ്ങത്തില്ലേ, ഇതാ നോക്കിയേ. എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ചിലവര് മാങ്ങയ്ക്ക് പകരം ഇലിമ്പുളിയോ അല്ലെങ്കിൽ കൊടംപുളിയോ വാളംപുളിയോ അങ്ങനെ പുളിക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ ആറ്റുമീൻ എപ്പോഴും എനിക്ക് മാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പീര ഇഷ്ടം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ബൈ.